ഉച്ചത്തെ ലഞ്ചേ ഞാൻ ആ ടൊമാറ്റോ കറി ഉണ്ടാക്കിയില്ലേ, ചെറിയ ചെമ്മീനൊക്കെ ഇട്ട് പുളിപ്പുള്ള അതുണ്ടാക്കിയപ്പോ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞായിരുന്നു ലഞ്ചിന് മീൽസ് ആയിരിക്കൂല. അപ്പൊ മീൽസിന് പകരം ഞങ്ങളുടെ മെയിൻ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്നുള്ള പെറോട്ടയാണ്. പെറോട്ട വിത്ത് കറി. അതുകൂടാതെ ഇന്നലത്തെ ബീഫ് റോസ്റ്റ് സ്വല്പം ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒപ്പം ടൊമാറ്റോയും. എനിക്ക് ഈ പെറോട്ട കഴിക്കാൻ എനിക്ക് 2 വേണ്ട. എനിക്ക് കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ പാടില്ലാത്തത് കാരണം ഞാൻ മീൽസാ കഴിക്കുന്നത്. അതിനുള്ള കറി ഓൾറെഡി മെഴുക്കുവരട്ടി ഉണ്ട്, ടൊമാറ്റോ കറി ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി കറി ഇടട്ടെ. ടൊമാറ്റോ നിനക്ക് അരികിലൊഴിക്കണം. അരികിലൊഴിച്ചാ മതി. നീ അരികിലാണല്ലോ എപ്പോഴും. നീ അരികുകാരിയാണ്. അപ്പൊ അല്ല, ആദ്യം ബീഫ് ഇടാം. ഇടട്ടെ. ബീഫ് അപ്പയ്ക്ക് അല്ല, എല്ലാവർക്കും 2 പേർക്കും ഉണ്ട്. ബീഫിലേക്ക് ഞാനൊരു സ്വല്പം പൊലിമയ്ക്ക് വേണ്ടി അതും പറയണമല്ലോ, സവോളയും ഒരു സ്വല്പം ക്യാരറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചത്തോടുകൂടി ബീഫ് എല്ലാം തീരും. വൈകിട്ടത്തേക്ക് ടൊമാറ്റോ കറിയും തീരും. ഇനി 3 ദിവസത്തേക്ക് വെജായിരിക്കും കറികൾ. 3 നോയമ്പാണ്. അപ്പൊ നിന്റെ ഇതിലേക്ക് സൈഡിൽ മതിയല്ലോ. എനിക്ക് തക്കാളിക്കറി മതി. എനിക്ക് ബീഫ് വേണ്ടെന്നേ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം മീറ്റ് ഇപ്പൊ യൂസ് ചെയ്യാറില്ലാന്ന്. ഇന്നലെ ഞാൻ സ്വല്പം കഴിച്ചായിരുന്നു, അത് മതി. എനിക്ക് ഒട്ടും വേണ്ട, ഉണ്ടാക്കുന്നത് കൊണ്ടാ. ഇനിയിപ്പൊ നമുക്ക് വൈകുന്നേരം ഇന്നലെ ഉണ്ടാക്കിയ സ്വല്പം കപ്പ ഇറച്ചി ഇരിപ്പുണ്ട്, അതും തീർക്കണം. എല്ലാ പാത്രവും ക്ലീൻ ആക്കണം. ഇനി ടൊമാറ്റോ കറി നിന്റെ ഇതിലേക്ക് ഒഴിക്കട്ടെ. ബീഫില് മുട്ടാതെ ഒഴിച്ചോട്ടോ. അത് വേണോ? ശരിയാവില്ല, ഒന്ന് മാറ്റിട്ടെ. ടൊമാറ്റോ ഒഴിക്കാം. അപ്പൊ എങ്ങനെ മുട്ടാതെ ഒഴിക്കും? വിഷയമാണല്ലോ. ബീഫില് മുട്ടരുത്, കാരണം സെപ്പറേറ്റ് വീഡിയോ എടുക്കാനുള്ളതാ. പക്ഷെ അത് ഇച്ചിരി എന്നാ ഒരു പ്ലേറ്റിൽ ഒഴിച്ചാൽ അതാ നല്ല. ഒരു ആ ബൗള് പ്ലേറ്റിൽ വെക്കാം. അപ്പയ്ക്ക് അതെ ഇതില അപ്പയ്ക്ക് ഇങ്ങനത്തെ പ്ലേറ്റിൽ വേണം. നിനക്ക് കിണ്ണം ബൗള് പോലെ ഇല്ലേ നമ്മള് അതിലെടുക്കാം. ഈ കറിയെ പറ്റി അപ്പയുടെ അഭിപ്രായം ചോദിക്കണം കേട്ടോ. ഒരു മിനിറ്റ്, ബൗളിൽ എടുക്കാം. അല്ലെങ്കിൽ മുട്ടായിരിക്കില്ല, വീഡിയോയ്ക്കകത്ത് അത് ഒലിച്ചിരുന്നാ കൊള്ളൂല്ലേ. നിനക്ക് ബൗളില, ഞാനിത് ചോറില് മതിയോ? മതി. ഇത് ഇവിടെ വെക്കാം. നിനക്ക് വീഡിയോ എടുക്കും, ഫോട്ടോസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ബീഫും തക്കാളിക്കറി ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചേച്ച് ഇത് ഇങ്ങോട്ട് ചേർത്ത് വെക്കാം. അപ്പൊ പടമെടുക്കാൻ സൗകര്യവും. പോരെ? ഇങ്ങനെ വെച്ചാ പോരെ? ഇത് അപ്പയുടെ ഇതും കറിയും. ഞാൻ ചോറ് എടുത്തോണ്ട് വന്നോളാം. ചോറ് റെഡിയാ. എന്റെ ഒന്ന് കാണിച്ചാല് വേണമെങ്കിൽ ഞാൻ ചോറുണ്ണണില്ലേന്ന് ആർക്കും സംശയം തോന്നാ. അതെ, പ്ലേറ്റിൽ എടുത്തോണ്ട് വരാം കേട്ടോ. ഓയിൽ പേപ്പർ കളയട്ടോ. പൊറോട്ട പൊതിഞ്ഞ ഓയിൽ പേപ്പർ കണ്ടോ? എണ്ണ വൈകുന്നേരത്തേക്ക് വേറെ ഡിഷ് ഉണ്ട്. ടൊമാറ്റോ കറി ഒഴിക്കുക. എന്റെ ചോറ. അതെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീൽസാ കഴിക്കുന്നത്. കളർഫുൾ മെഴുക്കുവരട്ടി. ഇതാണ് എന്റെ. ഇത് നോൺ വെജാ, ചെമ്മീനുള്ളതുകൊണ്ട്. ഉണക്കച്ചെമ്മീനും കറിയാട്ടോ. ധാരാളം വെജ് കറി. പോഷക സമൃദ്ധം. അല്ല, വെജ് മെഴുക്കുവരട്ടി. എന്നാ വേണ്ടേ? പോഷക സമൃദ്ധമായ ഫുഡാ. അതെ, വിശ്രമിക്കുക. ജോലി ചെയ്യേണ്ടവർ കുറച്ചൊരു വിശ്രമം കഴിഞ്ഞിട്ട് തുടരുക. അതെ, എടുക്കാം. മലയാളിയുടെ സ്വന്തം വികാരമായ പൊറോട്ടയും ബീഫും.
യം 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 യം. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ പൊറോട്ടയും ബീഫും എന്നുള്ളൊരു കോമ്പിനേഷൻ കഴിക്കുന്ന അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പൊറോട്ടയുടെയും ബീഫിൻ്റെയും രുചി നമ്മളെല്ലാവർക്കും സുപരിചിതമാണല്ലോ അല്ലേ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു, ആ ഒരു പ്രത്യേക ഫീലായിരുന്നു. അത് കാരണം ഞാൻ 2 പൊറോട്ടയും കഴിച്ചു. സാധാരണ 1.5 കഴിക്കാറുള്ളൂ. 2 കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ഹെവിയായി തോന്നി കേട്ടോ. പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ കഴിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുള്ളൂ കേട്ടോ, കാരണം ഇത്തിരി ഹെവി അല്ലേ. ഞാൻ പിന്നെ ഡിന്നർ വളരെ ലൈറ്റായിട്ടോ കഴിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എന്തായാലും ബീഫ് കഴിക്കുകയുള്ളൂ, കാരണം എപ്പോഴും അങ്ങനെ ബീഫ് കഴിക്കാറില്ല. എസ്പെഷ്യലി ബീഫ് ആൻഡ് പൊറോട്ട എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുമെങ്കിലും എപ്പോഴും കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈയിടെയായിട്ട് ഡയറ്റൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ നല്ല കുരുമുളകൊക്കെ ഇട്ട് ഒലർത്തിയ ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ അറിയാതെ കുറേ ഫുഡൊക്കെ കഴിച്ചു പോകുന്നേ. നിങ്ങളങ്ങനെയാണോ? അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. എല്ലാവരും വേഗം പോയി ഫുഡ് കഴിച്ചോട്ടോ. ടേക്ക് കെയർ.